എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ഒക്ടോബർ 28 ചൊവ്വാഴ്ച. ഇന്ന് മന്ത്ലി എക്സ്പയറി നിഫ്റ്റിയുടെ ആയിരുന്നു. ഇന്നൊരു എക്സ്പയറി ഡേ ആണെങ്കിൽ ഒരു വാളറ്റൈലിറ്റി സെഷനാണ് സാക്ഷ്യം വഹിച്ചത് മാർക്കറ്റ്. പക്ഷേ നിഫ്റ്റിയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ലാസ്റ്റ് ഹാഫ് ആൻ അവറിൽ റിക്കവർ നടത്തിയിട്ടുണ്ട്. 25,936 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 58,214 ക്ലോസ് ചെയ്തിരിക്കുന്നു. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായി നമുക്ക് ഇന്നലെ പറഞ്ഞ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എവിടെയുള്ളതെന്ന് പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മുടെ സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലായിരുന്നു ഇന്ന് ഓപ്പണിംഗ്. അതിനുശേഷം താഴേക്ക് വരികയാണ് ചെയ്തത്. താഴേക്ക് വന്നപ്പോൾ നമുക്ക് 25,918 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. എൻട്രി ലഭിച്ച സ്ഥിതിക്ക് നമുക്ക് ഇതാണ് ഫസ്റ്റ് 65ഓളം പോയിൻറ്റ് 70ഓളം പോയിൻറ്റിൻ്റെ റാലി ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റി നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറഞ്ഞിരുന്നത് 57,870 സപ്പോർട്ടും 58,269 റെസിസ്റ്റൻസുമാണ്. പക്ഷേ ഈ രണ്ട് റേഞ്ചിൻ്റെയും ഇടയിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് ലഭിച്ചിട്ടില്ല. ഫെഡറൽ റിസർവിൻ്റെ വരാനിരിക്കുന്ന മീറ്റിംഗ് പോലുള്ള പ്രധാന ഇവൻറ്റുകൾ നടക്കാനിരിക്കുന്നതിൻ്റെ ഫലമായി ഇൻവെസ്റ്റേഴ്സ് ഒരു ജാഗ്രത പുലർത്തിയിരിക്കാം. അതുകൊണ്ടാണ് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പ്രതിഫലിച്ചത്. ഇന്നത്തെ ട്രേഡിംഗ് ഡേയുടെ ഭൂരിഭാഗവും നിഫ്റ്റി 25,800, 26,000 എന്നീ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിയിരിക്കുന്നത്. 25,930 അടുത്താണ് ഇന്ന് ഫ്ലാറ്റായി തുറന്നത്. 25,900 പിന്നീട് 25,900 താഴേക്ക് പോയി അവസാനം ലാസ്റ്റ് ഹാഫ് ആൻ അവറിൽ ഒരു റിക്കവറി നടത്തി ഫ്ലാറ്റായി തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് ഒരു ശുഭസൂചകം തന്നെയാണ്. മെറ്റൽ അതുപോലെ തന്നെ സെലക്റ്റഡ് ബാങ്കിങ് സ്റ്റോക്കുകൾ ഒരു ബയ്യിങ് പ്രഷർ ഇന്ന് കാണപ്പെട്ടു. അതേസമയം IT, FMCG, റിയൽ എസ്റ്റേറ്റ് കൗണ്ടറുകൾ ഒരു സെല്ലിംഗ് പ്രഷറിലായിരുന്നു. നവംബർ സീരീസിലേക്ക് പോകുമ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മണിക്കൂറുകൾ നീണ്ടുവന്ന റിക്കവറിൻ്റെ അടിസ്ഥാനത്തിൽ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് ആയത് ട്രേഡർമാരുടെ ആത്മവിശ്വാസത്തെ വീണ്ടും ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ എക്സ്പയറിക്ക് ശേഷം നിഫ്റ്റി സ്റ്റേബിളായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് വിചാരിക്കുന്നത്. റിയാലിറ്റി, IT, ഫിനാൻഷ്യൽ സർവീസസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നീ സ്റ്റോക്കുകളിലെ സെല്ലിംഗ് പ്രഷർ കാരണം ഇന്ന് പ്രധാനമായും താഴേക്ക് പോയത് ഫസ്റ്റ് ഹാഫിൽ. മാത്രമല്ല ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സെൻസെക്സ് അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ 150 പോയിൻറ്റ് മൈനസിൽ 84,628 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് അതുപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നിവ സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ്. സെക്ടറൽ ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റലും PSU ബാങ്കും ഒരു പെർസെൻറ്റേജിലധികം പോസിറ്റീവിലാണ്. നേരെ മറിച്ച് നിഫ്റ്റി റിയാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. തൊട്ടു പിന്നാലെ IT, എനർജി, ഫിനാൻഷ്യൽ സർവീസസ്, FMCG, ഫാമ, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയും ഇന്ന് ലോസിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ട്രെൻഡ്, ടെക് മഹീന്ദ്ര, ബജാജ് ഫിൻസർവ്, SCL ടെക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് ഏറ്റവും പിന്നിലായത്. ടാറ്റ സ്റ്റീൽ, L&T, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടാറ്റ മോട്ടോഴ്സ്, PV, കൊട്ടക് ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത സ്റ്റോക്കുകൾ. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഒരു ന്യൂട്രൽ ടു ബുള്ളിഷ് നോട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രാഡേ ക്യാൻഡലിൻ്റെ 25,800 സപ്പോർട്ട് സോണിന് ചുറ്റും ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 സെഷനിലായി നിഫ്റ്റി 26,000 മുകളിൽ റെസിസ്റ്റൻസ് മറികടക്കാൻ ശ്രമിച്ചെങ്കിലും ക്ലോസിംഗ് അടിസ്ഥാനത്തിൽ അത് സസ്റ്റെയിൻ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ലെവലിന് മുകളിലുള്ള ഒരു സ്ട്രോങ് വോള്യങ്ങളുള്ള ഒരു ബ്രേക്കൗട്ട് 26,150 അതുപോലെ തന്നെ 26,250 എന്നീ സോണുകളിലേക്ക് ഒരു റാലിക്ക് കാരണമാകും. അതേസമയം താഴത്തേക്ക് വരികയാണെങ്കിൽ 25,800 താഴെയുള്ള ഒരു കണ്ടിന്യൂ ഫാൾ 25,700, 25,500 കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യാനുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് വാച്ച് ചെയ്യാം. നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ 58,300
അതേസമയം സപ്പോർട്ടായിട്ട് ഈ ഒരു സോണിലേക്ക് നമുക്ക് വയ്ക്കാം 57,935. ഓക്കെ, നിങ്ങൾ എൻട്രി എടുക്കുന്ന സമയത്ത് അപ്പ് സൈഡിലേക്കാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വെക്കേണ്ടത്. 58,200 106 പോയിൻറ്റോളം വരുന്നുണ്ട്. 1:2 നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ 1:1.5 എന്നിവ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഇതിന് മുകളിൽ അല്പം 26,040 എന്നുള്ളൊരു സോണിൽ വാച്ച് ചെയ്യാവുന്നതാണ്. അതേസമയം സപ്പോർട്ടായിട്ട് നമുക്ക് ഇന്നത്തെ ലോ കൊണ്ടുവന്ന് വയ്ക്കാം. അത് ഒരു സ്ട്രോങ് സപ്പോർട്ട് റേഞ്ച് തന്നെ 25,800 എന്നുള്ള ഒരു റേഞ്ച്. അപ്പോൾ 25,800 സപ്പോർട്ടും 26,040 റെസിസ്റ്റൻസും, ഈ രണ്ട് ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് നാളെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.